നിലത്തിരുത്തിയ കരയണ കൊച്ചിനെ കണ്ടണ്ട. കല്യാണത്തിന് ശേഷം പല പെണ്ണുങ്ങളും കേൾക്കുന്ന കുറച്ച് ഡയലോഗുകളായിരിക്കും. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിനെങ്ങ് തന്നേരെ, ഞങ്ങളങ്ങ് നോക്കിക്കോളാം, കുഞ്ഞിനെങ്ങ് പ്രസവിച്ച കയ്യിലോട്ടങ്ങ് ഇട്ട് തന്നാൽ മതി, ഞങ്ങൾ പിന്നെ എല്ലാ കാര്യം നോക്കും, നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോയി എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നൊക്കെ പറയാൻ. കുഞ്ഞിനെ നോക്കിക്കോളില്ലേ, അവരെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പൊയ്ക്കൂടെ, നിനക്ക് നീ എന്തിനാ കൊച്ചിനെ നോക്കി വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുന്നത്, നിനക്ക് ജോലിക്ക് പൊയ്ക്കൂടെ എന്ന് പറയാൻ പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ കാണും. ഈ പറയുന്ന രണ്ടും വെറുതെ ആണെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് വൈ ഞാൻ ഈ കങ്കാരു ബാഗ് വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കണ്ടപ്പുറകിലൊരു വാലൊക്കെ ഉണ്ട്, കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിയിരിക്കും. പിന്നെ ഇത് ഈ കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ പുറത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ വളഞ്ഞാണ്. ഇതിന് എന്നും നേരെയാവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നാലും ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് കുഞ്ഞിന് കുറുക്കുണ്ടാക്കുക, കുഞ്ഞിൻ്റെ ഡ്രസ്സ് കഴുകുക, അതിന് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് കുഞ്ഞിനെ താഴെ വയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എൻ്റെ മോനൊരു പ്രത്യേകത ഉണ്ട്, അവൻ അങ്ങനെ പകലധികം ഉറങ്ങാറില്ല. അവൻ രാത്രി മാത്രമേ ഉറങ്ങുള്ളൂ. പക്ഷെ രാത്രി നമുക്ക് പല ജോലികളും ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഇല്ല. രാത്രി ഇപ്പം പുറത്ത് തുണി അലക്കുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി അങ്ങനെ അലക്കുമല്ലേ, പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കണം. പക്ഷേ അതിപ്പം ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം പല കാര്യങ്ങളും കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവനിപ്പോൾ ഞാൻ കൊടുക്കുന്നത് അമൃതപ്പൊടിയാണ്. അവന് അമൃതപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. അമൃതത്തിൻ്റെ കുറുക്ക് എപ്പോൾ കൊടുത്താലും കഴിച്ചോളും. പക്ഷെ നന്നായിട്ട് പനം കൽക്കൊണ്ട് ഇട്ട് കൊടുക്കണം. ഇത് നല്ല ശീലമല്ല എന്നറിയാം, പക്ഷെ അത് കൊടുത്താലേ കൊച്ചു കഴിക്കും. അല്ലാതെ വേറൊരു സാധനം അവന് ഇഷ്ടമല്ല. പിന്നെ ബിസ്ക്കറ്റ്, ചായ, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൊള്ളില്ലാത്ത സാധനങ്ങൾ മാത്രമേ അവന് ഇഷ്ടമുള്ളൂ. ഇതൊക്കെ മാക്സിമം ഞാൻ കൊടുക്കണ്ടെന്ന് വെച്ചാലും കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവൻ അല്ലെങ്കിൽ ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. ബൈ ദ വേ, ഈ ബാഗ് ലവ്ലാപ്പിൻ്റെ കങ്കാരു ബാഗാണ്. ഇത് റേറ്റ് ഉള്ളതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ, ഞാൻ വാങ്ങിച്ച സമയത്ത് 1400 എന്തോ ഉണ്ടായുള്ളൂ. ആ റേറ്റിലുള്ളതാണ് വാങ്ങിയത്. ഇതിൻ്റെ ഗ്രീനും ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടി റേറ്റ് വന്നോണ്ട് ഞാൻ അതെടുത്തില്ല. പിന്നെ ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരി തോളിനും പിന്നെ നമ്മുടെ നടുവിനും ഒന്നും ഒത്തിരി വെയിറ്റ് വരില്ല. അത്യാവശ്യം നല്ല കംഫോർട്ടാണ്, നമുക്ക് ഇടാനും കംഫോർട്ടാണ്, ബേബിക്കും കംഫോർട്ടായിരിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്ത് തന്നെ കുഞ്ഞിനെ എപ്പോഴും വെച്ചുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. എപ്പോഴെങ്കിലും കുഞ്ഞിനെ ഒന്ന് താഴെ വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ ഇതാണ്. ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് കളിക്കുക, അല്ലെങ്കിൽ അവൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒക്കത്തും വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവൻ അത്രയും സന്തോഷം. പക്ഷെ അവനൊന്ന് അവിടെ എത്തിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കരച്ചിലും വാശിയൊക്കെ ഇങ്ങനെയാണ്. എന്നാൽ സ്വിച്ചിട്ട പോലെയാണ് കരച്ചിൽ മാറുന്നതും പിന്നെ കരച്ചിൽ വരുന്നതും ഒക്കെ സ്വിച്ചിട്ട പോലെയാണ്. അതിനിടയ്ക്ക് ഞാൻ ആ സ്റ്റൗവിൽ നിന്ന് കുറുക്കിൻ്റെ പാത്രം ഒന്ന് താഴെ എടുത്ത് വെക്കാനായിട്ട് പോയതാണ്. നിലത്തിരുത്തിയ കരയണ കൊച്ചിനെ കണ്ടണ്ട. വാശിയാണേ വാശി.